നമ്മുടെ ഇവിടെ വീട് പണിയുന്നവർക്ക് എല്ലാവർക്കും ഉള്ളൊരു കൺസേണാണ് എങ്ങനെ നമ്മുടെ വീട് ഏറ്റവും നല്ല രീതിയിൽ പരിപാലിക്കും എന്നുള്ളത്. വീട് പണിയാം, വീട് പണിതതിന് ശേഷം അതെങ്ങനെ പ്രോപ്പറായിട്ട് ക്ലീനായിട്ട് പരിപാലിക്കും, അതോടൊപ്പം തന്നെ ചിതലുകളോ അല്ലെങ്കിൽ പെസ്റ്റോ ഒന്നും കയറാതെ പെസ്റ്റ് കൺട്രോളൊക്കെ ചെയ്ത് എങ്ങനെ പരിപാലിക്കും എന്നുള്ളത്. നമ്മുടെ വില കൂടിയ ഫർണിച്ചറുകൾ അല്ലെങ്കിൽ വീടിൻ്റെ പല പല കാര്യങ്ങൾ ഒക്കെ ചിതലെടുത്ത് പോകുമോ അല്ലെങ്കിൽ പെസ്റ്റ് കയറി പോകുമോ എന്നുള്ളൊരു കൺസേൺ എല്ലാവർക്കും ഉണ്ട്. ഇതിനൊരു പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ ഫർണിച്ചറുകളൊക്കെ തന്നെ അല്ലെങ്കിൽ നമ്മുടെ വീടൊക്കെ തന്നെ ഒത്തിരി പെസ്റ്റാൽ എന്താ പറയുക ജീർണിച്ച് പോകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. പ്രോപ്പറായിട്ടുള്ള പെസ്റ്റ് കൺട്രോൾ നമ്മൾ ചെയ്തെങ്കിൽ മാത്രമേ അതിന് വീടിനെ നമുക്ക് സംരക്ഷിക്കാൻ സാധിക്കത്തുള്ളൂ. ഇന്ന് പല പല മെത്തേഡുകൾ ഇതിന് അവൈലബിളാണ്. കെമിക്കൽ ട്രീറ്റ്മെൻറ്റാണ് നമ്മൾ ഇതിന് ഫസ്റ്റ് മെത്തേഡായിട്ട് നമ്മൾ ചൂസ് ചെയ്യുന്നത്. രണ്ടാമതൊരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ റെറ്റിക്കുലേഷൻ സിസ്റ്റം എന്നുള്ള ഒരു സിസ്റ്റമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പക്ഷേ നമുക്ക് കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് മെത്തേഡാണ് ഏറ്റവും ഉതകമായിട്ടുള്ളതും അല്ലെങ്കിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരിത്. റെറ്റിക്കുലേഷൻ പൈപ്പിംഗ് സിസ്റ്റം ഇച്ചിരി ഒരു അഡ്വാൻസ് സിസ്റ്റമാണ്, പക്ഷേ അത് നമ്മളിവിടെ അത്രയും അങ്ങനെ പോപ്പുലറായിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡല്ല. ഇത് നമ്മുടെ ഫർണിച്ചറുകളെ ദ്രവിച്ചു പോകുന്നു എന്നുള്ളതിനുപരിയായിട്ട് നമുക്ക് ഒത്തിരിയധികം ഡിസീസസൊക്കെ ഉണ്ടാക്കാനും പെസ്റ്റുകളെ പ്രോപ്പറായിട്ട് കൺട്രോൾ ചെയ്തില്ലെങ്കിൽ ആ വീട്ടിൽ താമസിക്കുന്നവർക്ക് ഒത്തിരിയധികം ഡിസീസസൊക്കെ വരാനൊക്കെയുള്ള ചാൻസസ് ഒത്തിരി കൂടുതലാണ്. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ചെയ്യേണ്ടത് ഒരു പുതിയ ഭവനം വെക്കുകയാണെങ്കിൽ ഒരു പ്രോപ്പർ അംഗീകൃത ഏജൻസിയെ കൊണ്ട് പ്രൊഫഷണൽ ടീമിനെ കൊണ്ട് തന്നെ നമ്മൾ പെസ്റ്റ് കൺട്രോൾ ചെയ്യിക്കണം. ഈ കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ വീടിൻ്റെ ഫൗണ്ടേഷൻ കഴിഞ്ഞ് നമ്മൾ ബ്രിക്ക് വർക്ക് കോൺക്രീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മുടെ ഫ്ലോർ കോൺക്രീറ്റിന് മുമ്പായിട്ട് തന്നെ നമ്മൾ പ്രോപ്പറായിട്ടുള്ള കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് നമ്മൾ നടത്തിയിരിക്കണം. ഇനി ഈവൻ കോളം ഫൗണ്ടേഷൻസ് ഒക്കെ ആണെങ്കിൽ ഫുട്ടിങ്ങിൻ്റെ സമയത്ത് നമ്മളൊരു കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് നമുക്ക് നല്ലതാണ്. അല്ലെങ്കിൽ നമ്മൾ ഫ്ലോർ കോൺക്രീറ്റിംഗ് ചെയ്തതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ പ്രോപ്പറായിട്ടുള്ള കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് നമ്മൾ പുതിയ വീടുകൾക്ക് ചെയ്തിരിക്കണം. ഇനി പഴയ വീടുകളാണെങ്കിൽ അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് നമ്മൾ താമസിക്കുന്ന പഴയ വീടാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെതലിൻ്റെ ശല്യമുണ്ടോ അല്ലെങ്കിൽ ഒന്ന് നോക്കിയിട്ട് ചെതലിൻ്റെ ശല്യമൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെയും നമ്മൾ പ്രോപ്പറായിട്ടുള്ള കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് നമ്മൾ ചെയ്തിരിക്കണം. ഇനി റെറ്റിക്കുലേഷൻ പൈപ്പിംഗ് സിസ്റ്റം വഴിയാണെങ്കിൽ അതൊരു വീടിൻ്റെ ചുറ്റിനുമുള്ള ഒരു പൈപ്പിംഗ് സിസ്റ്റമാണ്. ആ പൈപ്പിംഗ് സിസ്റ്റത്തിനകത്ത് നമ്മൾ കെമിക്കൽ ഒഴിച്ചിടുന്നതായിരിക്കും. അത് കുറച്ച് നാൾ നമ്മുടെ എന്താ പറയുക ആ വീടിന് നമുക്ക് സംരക്ഷണം നൽകും. ഇനിയും രണ്ടാമത് അതായത് ഒരു 5-10 വർഷം കഴിഞ്ഞിട്ട് വീണ്ടും ട്രീറ്റ്മെൻറ്റ് ചെയ്യണമെങ്കിൽ അന്നേരം കുഴിക്കേണ്ട ഒന്നും ആവശ്യമില്ല. ഈ പൈപ്പിംഗ് സിസ്റ്റത്തിനകത്തൂടെ തന്നെ നമുക്ക് കെമിക്കൽസ് ഒഴിച്ച് നമുക്ക് നമ്മുടെ വീടിനെ സംരക്ഷിക്കാൻ സാധിക്കും. പക്ഷേ അത് ഇച്ചിരി കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു സിസ്റ്റമാണ്. മറ്റേതെന്ന് പറഞ്ഞാൽ നമ്മുടെ നോർമൽ കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇച്ചിരി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടൊരു സിസ്റ്റമാണ്. ഏകദേശം നമുക്ക് ഒരു വീടിന് ഇതിനൊരു ആവറേജ് ലൈഫ് എന്ന് പറഞ്ഞാൽ ഒരു പുതിയ വീടൊക്കെ ആണെങ്കിൽ മിനിമം ഒരു 10 വർഷമെങ്കിലും നമുക്ക് ഈ ഒരു തവണ കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെസ്റ്റിൽ നിന്നൊക്കെ കൺട്രോൾ കിട്ടും. അതുപോലെ തന്നെ നമ്മൾ റിനോവേറ്റ് ചെയ്ത വീടുകളാണെങ്കിൽ നമ്മളിപ്പം കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ മിനിമം ഒരു 5 to 7 years നമുക്ക് ഒരു തവണ കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പെസ്റ്റിൽ നിന്നൊക്കെ ഒരു കൺട്രോൾ ചെയ്യാൻ നമുക്ക് സാധിക്കും. നമുക്ക് ഇനിയിപ്പോൾ എങ്ങനെയാണ് ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്കൊരു എക്സിസ്റ്റിംഗ് നമ്മുടെ ഒരു സൈറ്റിൽ വെച്ച് നമുക്ക് നോക്കാം. ഇന്ന് നമ്മൾ നിൽക്കുന്നത് ഒരു റിനോവേഷൻ സൈറ്റിലാണ്. ഏകദേശം 25 വർഷം പഴക്കമുള്ള ഒരു ബിൽഡിംഗ്. ഞാൻ എൻ്റെ റിനോവേഷൻ സൈറ്റ്സിലൊക്കെ തന്നെ നമ്മൾ ആദ്യം തന്നെ ചെയ്യുന്ന ഡിമോൾഷനോടൊപ്പം തന്നെ ചെയ്യുന്നു പോകുന്ന ഒരു പ്രക്രിയയാണ് പെസ്റ്റ് കൺട്രോൾ എന്നുള്ളത്. കാരണം വേറൊന്നുമല്ല, ഇത്രയും വർഷം പഴകിയ ഒരു വീട് നമ്മൾ പുതുക്കി പണിയുമ്പോൾ എല്ലാ രീതിയിലും വളരെ പെർഫെക്ഷനോടുകൂടി കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളത് നമുക്ക് നിർബന്ധമാണ്. അതുകൊണ്ട് തന്നെ പെസ്റ്റ് കൺട്രോൾ വളരെ നിർബന്ധമായിട്ടും നമ്മൾ ഒരു റിനോവേഷൻ സൈറ്റിൽ ചെയ്തിരിക്കണം. റിനോവേഷനിൽ എൻ്റെ ഒപ്പം എല്ലാ സൈറ്റുകളിലും പെസ്റ്റ് കൺട്രോൾ ചെയ്യുന്നത് പെസ്റ്റ് ട്രാക്ക് കൺട്രോൾ എന്നുള്ള ഒരു കമ്പനിയാണ്. അതിൻ്റെ MD മിസ്റ്റർ ജോസഫ് ഇവിടെ വന്നിട്ടുണ്ട്. വെൽക്കം ജോസഫ്. ജോസഫ് എൻ്റെ പല സൈറ്റുകളിലും ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഇവിടെ ചെയ്യുന്നത് ഒരു പോസ്റ്റ് പെസ്റ്റ് കൺട്രോളാണ് നമുക്ക് ചെയ്യുന്നത്. അതെ. അപ്പം ഈ പോസ്റ്റ് പെസ്റ്റ് കൺട്രോളും ഈ പ്രീയും തമ്മിലുള്ള ഡിഫറൻസ് എന്തുവാണെന്നുള്ളത് ഞാൻ വീഡിയോയിൽ കൂടി പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ 25 വർഷം പഴക്കമുള്ളൊരു വീടുകളാണ്. ഇപ്പോൾ ഇതിനകത്ത് ചില സ്ഥലങ്ങളിൽ ചെതലുണ്ടാവാം, ഇനിയും വരാനുള്ള ചാൻസസ് ഉണ്ടാവാം. എങ്ങനെയാണ് ഈ പഴക്കമുള്ള വീടുകളിൽ റിനോവേഷൻ വർക്കുകളിൽ എങ്ങനെയാണ് നിങ്ങൾ പെസ്റ്റ് കൺട്രോൾ ചെയ്യുന്നത്? ഇന്നിപ്പോൾ നമ്മളിവിടെ പോസ്റ്റ് ടെർമൈറ്റ് കൺട്രോളിൻ്റെ ഒരു മെത്തേഡാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. ഇപ്പം നോർമലി ഈ ഇങ്ങനെയുള്ള പഴയ ബിൽഡിങ്ങുകളിൽ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ബിൽഡിങ് ഫുള്ള് അതായത് ടെർമൈറ്റ് ഉണ്ടാകാം ഇല്ലാകാം. അപ്പോൾ നമ്മൾ ഈ മെയിൻ്റനൻസ് സമയങ്ങളിൽ ബിൽഡിങ് ഫുള്ള് നമ്മൾ ഡ്രില്ല് ചെയ്ത്, അതായത് ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് എൻ്റയർ ബിൽഡിങ്, നമ്മുടെ ജനലുകൾ, വാതിലുകൾ, അതായത് എല്ലാം
നമ്മൾ ഡ്രില്ല് ചെയ്ത് മരുന്ന് ഫില്ല് ചെയ്ത് സീൽ ചെയ്യുകയാണ് നോർമൽ നമ്മുടെ പ്രൊസീജിയർ. ജനലുകൾ കഥകളൊക്കെ നിങ്ങൾ ടെർമൈറ്റ് പ്രൂഫ് ചെയ്യുന്നു പറയും. ഇതിൻ്റെ ഒരു മെത്തേഡ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുമോ? നിങ്ങൾ എവിടെയാണ് ഇത് ഡ്രില്ല് ചെയ്ത് ചെയ്യുന്നത് എന്ന മെത്തേഡ് ഒന്ന് എക്സ്പ്ലെയിൻ ഈ ചെയ്യാം. ഡ്രില്ലിങ്ങിൻ്റെ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്ന നമ്മുടെ എന്താ പറയുക ഫൗണ്ടേഷൻ ഉണ്ടല്ലോ, ഫൗണ്ടേഷനിൽ ഏകദേശം ഒരു 3 ഇഞ്ച് കനത്തിൽ നമ്മളൊരു 12 mm ബിറ്റ് വെച്ചിട്ട് ഒരു 15 സെൻറ്റിമീറ്റർ ഗ്യാപ്പിൽ ഡ്രില്ല് ചെയ്യുകയാണ് ആദ്യം ചെയ്യുക. അപ്പോൾ ജോസഫ് പറഞ്ഞു വരുന്നത് നമ്മൾ പ്ലിന്ത് ബീമിൻ്റെ അല്ലെങ്കിൽ പ്ലിന്ത് ബെൽറ്റിൻ്റെ മേളിൽ നമ്മൾ ഈ ഭിത്തിയോടെ ഒരു സ്കർട്ടിങ്ങിൻ്റെ മേൽവശം വരുന്ന സ്ഥലത്ത് നമ്മൾ 15 സെൻറ്റിമീറ്റർ ഗ്യാപ്പിൽ നിങ്ങൾ ഡ്രില്ല് ചെയ്യും എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഹോൾ ഡ്രില്ല് ചെയ്യുവാണ്. ഹോൾ ഡ്രില്ല് ചെയ്യുന്നു. ഹോൾ ഡ്രില്ല് ചെയ്തിട്ട് കെമിക്കൽ ഫില്ല് ചെയ്യുന്നു. കെമിക്കൽ നമ്മൾ യൂസ് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബ്രാൻഡഡ് കെമിക്കലാണ് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ ബെയർ എന്ന് പറയുന്ന കമ്പനിയുടെ കെമിക്കൽ യൂസ് ചെയ്യുന്നുണ്ട്. സെയിം FMCയുടെ ഒരു കെമിക്കൽ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ UPL എന്ന് പറയുന്ന ഒരു കമ്പനി. ഈ 3 കമ്പനിയുടെയും കെമിക്കൽ എന്ന് പറയുന്നത് നമ്മൾ ടെർമൈറ്റിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടിയത് ഇമിഡാ ക്ലോറൈഡ് എന്ന് പറയുന്ന ഒരു കെമിക്കലിൻ്റെ പെർസെൻറ്റേജ് ആണ് കൂടുതലായിട്ട് കാണേണ്ടത്. അതായത് ഈ പറയുന്ന കെമിക്കലുകളിലെല്ലാം ഈ ഇമിഡാ ക്ലോറൈഡ് ഏകദേശം ഒരു 31% ഉണ്ടാകും. ഇതാണ് നമുക്ക് ടെർമൈറ്റിന് പറ്റിയ ഏറ്റവും നല്ല കെമിക്കൽ. അപ്പം നമ്മൾ ഈ ബ്രാൻഡഡ് കെമിക്കൽ ഉപയോഗിച്ചാണ് ഈ ഇതിൽ നമ്മൾ കെമിക്കൽ ഫില്ല് ചെയ്യുന്നത്. എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ്. അതായത് യൂഷ്വലി പൊതുവേ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ കുറച്ച് ആൾക്കാർ വന്ന് ഇതിനകത്ത് കലക്കി കുറച്ച് കലക്കവെള്ളം പോലെ ഒഴിക്കുന്നു, അല്ലെങ്കിൽ കുറേ കെമിക്കൽ ഒഴിച്ചു വിടുന്നു എന്നുള്ളത്. നമ്മളുടെ ഒരു ഇത് പറഞ്ഞു, നേരത്തെ ജോസഫ് പറയുണ്ടായി ഒരു പെർസെൻറ്റേജും കാര്യങ്ങളൊക്കെ പറയുണ്ടായി. അപ്പം ഈ ഉള്ള മെറ്റീരിയൽസ് അല്ലെങ്കിൽ ഈ കെമിക്കൽസൊക്കെ ഗവൺമെൻറ് അപ്രൂവ്ഡ് ആണോ? അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഒരു റേഷ്യോ ഒന്നും കൂടെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാമോ? കാരണം ഞങ്ങൾക്ക് സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് ഒരു സംശയമുണ്ടാവും. അതായത് ഇതിനകത്ത് യൂസ് ചെയ്യുന്നത് നിങ്ങൾ ലൈറ്റായിട്ടാണോ ഇനി ഒഴിക്കുന്നത്? നമ്മളൊരു ഇത്ര എമൗണ്ട് കൊടുക്കുന്നുണ്ടാവുമല്ലോ, അതിനനുസരിച്ചുള്ള വർത്തായിട്ടുള്ള സാധനം ഇവർ ഒഴിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഇതിനൊരു വാറണ്ടി ഉണ്ടോ എന്നൊക്കെയുള്ള സംശയങ്ങൾ തീർച്ചയായും എല്ലാവർക്കും ഉണ്ടാവും. അപ്പോൾ അതിന് എന്താണ് ജോസഫിന് പറയാനുള്ളത്? നമ്മൾ ഞങ്ങൾ കണ്ടിട്ടുള്ളത് വെച്ച് നമുക്കറിയാം പെസ്റ്റ് കൺട്രോൾ ധാരാളം കമ്പനികളുണ്ട്. എന്നാൽ ഈ പെസ്റ്റ് കൺട്രോൾ ചെയ്യണമെങ്കിൽ നമുക്കതൊരു ഗവൺമെൻറ് അപ്രൂവ്ഡ് ഒരു ലൈസൻസ് ഉണ്ട്. അപ്പോൾ ആ ലൈസൻസ് കിട്ടിയ കമ്പനികളാണ് പെസ്റ്റ് കൺട്രോൾ ചെയ്യാനായിട്ടുള്ള ഒരു എന്താ പറയുന്നത് എലിജിബിൾ. എന്നാൽ നമ്മുടെ നാട്ടിൽ എലിജിബിൾ അല്ലാത്ത ഒത്തിരി കമ്പനികളാണ്. അപ്പം മാർക്കറ്റിൽ കിട്ടുന്ന ഈ പറയുന്ന ബ്രാൻഡഡ് കെമിക്കൽ അല്ലാതെ മാർക്കറ്റിൽ കിട്ടുന്ന കെമിക്കൽ മേടിച്ച് യൂസ് ചെയ്യുന്ന ധാരാളം കമ്പനികളുണ്ട്. അപ്പോൾ അവിടെ എന്താ കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഇതുപോലെ വന്ന് കെമിക്കൽ അടിച്ചു, ഒരു വർഷം കഴിയുമ്പോൾ വീണ്ടും അവിടെ പ്രശ്നങ്ങളുണ്ടാകും. പക്ഷേ ഇപ്പം നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന പോലെ 10-100 കമ്പനികളിൽ നമ്മൾ ഒരു ലൈസൻസ്ഡ് കമ്പനിയാണ്. അതായത് ഗവൺമെൻറ് ഓഫ് കേരള അംഗീകരിച്ച ലൈസൻസ് ഉള്ള ഒരു പെസ്റ്റ് കൺട്രോൾ ഓപ്പറേഷൻ ചെയ്യുന്ന ഒരു കമ്പനിയാണ് നമ്മളുടേത്. അപ്പം ഈ ബ്രാൻഡഡ് കെമിക്കലുകൾ മാത്രമേ നമ്മൾ ഉപയോഗിക്കുള്ളൂ. അതായത് ലോക്കലിൽ കിട്ടുന്ന കെമിക്കൽ ഉപയോഗിക്കത്തില്ല. അപ്പോൾ അതിന് ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ നമ്മൾ ഒരു ഇത്രയും 10,000-ഓളം പ്രൊജക്റ്റുകൾ ചെയ്തതിൽ ഇതുവരെ നമ്മൾ ചെയ്തെടുത്ത് വീണ്ടും ഒരു ഇഷ്യൂസ് അങ്ങനെ നമുക്ക് ഇതുവരെയായിട്ടും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഓക്കെ, ഒന്ന്. പിന്നെ ഇതിൻ്റെ റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി നമ്മൾ 1 ലിറ്റർ വെള്ളത്തിൽ ഏകദേശം 2.5 ml കെമിക്കലാണ് നമ്മൾ ഇതിൻ്റെ കോൺസെൻട്രേറ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്. അതായത് ഏകദേശം 5 ലിറ്ററിൽ ഏകദേശം 15 to 20 ml കെമിക്കൽ നമ്മൾ മിക്സ് ചെയ്തിട്ടാണ് ഇത് നമ്മൾ ചെയ്യുന്നത്. ഇത് 3 തവണ ഫില്ല് ചെയ്യുന്നുണ്ടല്ലേ? 3 തവണ ഫില്ല് ചെയ്യും. ഇനി ചിലപ്പോൾ നമ്മൾ ചില ബിൽഡിങ്ങുകളിലൊക്കെ നമ്മൾ ചെല്ലുമ്പം ടെർമൈറ്റ് ഭയങ്കരമായിട്ടുണ്ടാവും. അവിടെ നമ്മളപ്പോൾ ഈ 2.5 പകരം ചിലപ്പോൾ 5, 10 അങ്ങനെ നമ്മൾ റേഷ്യോ ഒന്ന് കൂട്ടി കഴിയുമ്പോൾ അതിൻ്റേതായിട്ടുള്ള റിസൾട്ട് ഉണ്ടാകാറുണ്ട്. യൂഷ്വലി ഞങ്ങളെ കൂട്ടുള്ള എഞ്ചിനീയേഴ്സ് ഒക്കെ അല്ലെങ്കിൽ ആർക്കിടെക്ട് ഡിസൈനേഴ്സ് ഒക്കെ പറയുന്നുണ്ട്, ചില മണ്ണ് ചെയ്യുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ചില മണ്ണ് കാണുമ്പോഴത്തേക്ക് പെട്ടെന്ന് ചെതൽ വരാൻ ചാൻസ് ഉള്ള ഇതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഏരിയാസിൽ വല്ലതും നിങ്ങൾ കൂടുതലായിട്ടുള്ള കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള കെമിക്കൽസ് യൂസ് ചെയ്യേണ്ടതായിട്ട് വരുമോ, അല്ലെങ്കിൽ അങ്ങനെ വല്ലതും ഉണ്ടോ അതിനകത്ത്? ഇല്ല, നമുക്ക് ഈ നോർമൽ റേഷ്യോ തന്നെ മതിയാവും. അപ്പം അങ്ങനെ നമുക്ക് കാരണം ഈ കെമിക്കൽ എന്ന് പറയുന്നത് നല്ല എഫക്റ്റീവാണ്. അപ്പോൾ നമുക്ക് ഇപ്പം പറഞ്ഞില്ലേ, ഇപ്പം നമുക്ക് 2 സൈസ് ഉണ്ട്, ഒന്ന് പ്രീ ഉണ്ട്, പോസ്റ്റ് ഉണ്ട്. പ്രീ ചെയ്യുന്ന സമയത്ത് ഏത് ബിൽഡിംഗ് ആണെങ്കിലും പ്രീ ചെയ്യുന്ന സമയത്ത് പ്രോപ്പറായിട്ട് നമ്മൾ ഈ ടെർമൈറ്റ് ചെയ്താൽ നമുക്കൊരു മിനിമം 15 വർഷം 20 വർഷം പിന്നെ നമുക്ക് അതിൻ്റെ ഒരു ശല്യം ഉണ്ടാകത്തില്ല. ഓക്കെ. ഇനി പോസ്റ്റിൽ ഇങ്ങനെ നമ്മൾ ഒരു 5 വർഷമായി 6 വർഷമായി ഇങ്ങനെ എന്തെങ്കിലും ഒരു ഇഷ്യൂ കണ്ടു കഴിഞ്ഞാൽ അവിടെയാണ് നമ്മളിപ്പം ഈ കാണിക്കുന്ന മെത്തേഡ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ അവിടെ ഉള്ളിടത്ത് നമ്മളിങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ മിനിമം നമുക്കൊരു 7 വർഷം ആ ടെർമൈറ്റിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ടാകാതെ നമുക്ക് കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ട്. ഇതുവരെ അങ്ങനെ ഇഷ്യൂസ് ഒന്നും കണ്ടിട്ടുമില്ല, അങ്ങനെ വരികയില്ല. ഓക്കെ. നമ്മൾ ഒരു പ്രീ ചെയ്യുകയാണെങ്കിൽ, അതായത് വീട് പണിയുന്നതിന് മുമ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും വാറണ്ടി കൊടുക്കാറുണ്ടോ? അല്ലെങ്കിൽ ഇപ്പോൾ പോസ്റ്റ് ടെർമൈറ്റ് കൺട്രോൾ ആണെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും വാറണ്ടി കൊടുക്കാറുണ്ടോ? നമ്മൾ പ്രീ ആണെങ്കിലും പോസ്റ്റ് ആണെങ്കിലും പ്രീ ആണെങ്കിൽ
നമ്മൾ വാറണ്ടി കൊടുക്കുമെന്ന് പറഞ്ഞാൽ മിനിമം നമ്മൾ 15 ഇയേഴ്സ് കൊടുക്കും. കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മണ്ണിൽ നിന്ന് തന്നെയാണ് മണ്ണിൽ തന്നെയാണ് നമ്മൾ എല്ലാ ട്രീറ്റ്മെൻറ്റും ചെയ്യുന്നത്. അതായത് നമ്മൾ മണ്ണ് ഫില്ല് ചെയ്ത് PCC ചെയ്യുന്നതിന് മുമ്പാണ് മണ്ണ് ഫുള്ളി നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് മിനിമം ഒരു 10 to 15 ഇയേഴ്സ് വാറണ്ടി നമ്മൾ കൊടുക്കാറുണ്ട്. ഇനി ഇതുപോലുള്ള പോസ്റ്റ് കൺസ്ട്രക്ഷനിൽ ടെർമിനേറ്റ് ചെയ്യുമ്പോൾ മിനിമം നമ്മളൊരു 5 ഇയേഴ്സ് വാറണ്ടി കൊടുക്കാറുണ്ട്. ഇഷ്യൂസ് വരാറില്ല, നമ്മൾ ഇതുമായിട്ട് കണ്ടിട്ടുമില്ല നമ്മൾ ചെയ്ത സൈറ്റുകളിലൊന്നും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു പ്രോസസ്സ് എങ്ങനെ ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് കാണാം. ഇപ്പം നമ്മൾ ഇവിടെ ജോസ്പിൻ്റെ കമ്പനി പെസ്ട്രാക്ക് കൺട്രോൾ ചെയ്തിരിക്കുന്നത് വെച്ചാൽ നമ്മുടെ പ്ലിന്ത് ബെൽറ്റിൻ്റെ മണ്ടയ്ക്ക് അവരാണെങ്കിൽ 3 ഇഞ്ച് ഡെപ്തിൽ ഒരു 15 സെൻറ്റിമീറ്റർ ഗ്യാപ്പിൽ ഹോൾസ് ഡ്രില്ല് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 3 ലെയറായിട്ട് കെമിക്കൽസ് അതിനകത്തോട്ട് ഡ്രില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വുഡൻ മെറ്റീരിയൽ, അതായത് വുഡൻ ഒരു വിൻഡോ ഇവിടെ ഉണ്ട്. അത് വളരെ പഴക്കം ചെന്ന ഒരു വിൻഡോ ആണ്. ഭിത്തിയിൽ നിന്ന് അതിലേക്ക് ചെതൽ കയറാതിരിക്കാൻ വേണ്ടി അതിൻ്റെ ട്രീറ്റ്മെൻറ്റായിട്ട് ഈ വിൻഡോയുടെ ചുറ്റിനും ഒരു 30 സെൻറ്റിമീറ്റർ ഗ്യാപ്പിൽ 3 ഇഞ്ച് അകത്തേക്ക് അവർ ഡ്രില്ല് ചെയ്ത് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് വുഡൻ സർഫസിലും അവരാണെങ്കിൽ ഈ പെസ്റ്റ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ പെസ്ട്രാക്ക് കൺട്രോളിൻ്റെ ടീമാണെങ്കിൽ ഒരു ഫുൾ ചോക്ക്, ആ ചോക്ക് നമ്മുടെ ആ 3 ഇഞ്ച് ഡെപ്തിലേക്ക് ഇൻസേർട്ട് ചെയ്ത് വെക്കുകയാണ്. അതും ആ കെമിക്കലിൽ മുക്കിയതാണ്. അതായത് നമ്മൾ ഫില്ല് ചെയ്ത കെമിക്കൽ പുറത്തോട്ട് പോകത്തുമില്ല, അതിനെ അബ്സോർബ് ചെയ്ത് ഫില്ല് ചെയ്യുവാണ്. ഇതിന് ശേഷമാണ് ഇത് പുട്ടി ഫിനിഷ് ചെയ്ത് അവർ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത്. ജോസഫ്, ഇപ്പം ഇവിടെ ഇതിൻ്റെ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഈ ഒരു മെത്തേഡിൻ്റെ ഒരു പ്രോസസ്സ് ഉള്ളത്, അല്ലേ? ഓക്കെ. അപ്പോൾ ഞാൻ വേറെ സംശയം ചോദിക്കുകയാണ്. അപ്പോൾ ഇനി വേറെ മെത്തേഡ്സ് നമുക്ക് ഉണ്ടോ? അത് വേറെ വല്ല മെത്തേഡ്സിൽ നിങ്ങൾ ഇങ്ങനത്തെ വീടുകൾ എന്താ പറയുക കൺട്രോൾ ചെയ്യാറുണ്ടോ? നമ്മൾ ഇത്രയും നാളുകളിൽ ഈ ഒരു മെത്തേഡായിരുന്നു. ഇപ്പോൾ പുതിയ 2 മെത്തേഡുകളും ഉണ്ട്. ഒന്ന് പറയുന്നത് ഒന്ന് ബേസ് സ്റ്റേഷൻ എന്ന് പറയും. ഓക്കെ, ബേസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഈ ടെർമിറ്റിനെ അട്രാക്റ്റ് ചെയ്യാനായിട്ട് സ്റ്റേഷൻസ് നമ്മൾ അതായത് ഈ ബിൽഡിങ്ങിൻ്റെ പല സ്ഥലങ്ങളിൽ സ്റ്റേഷൻസ് വെക്കും. എന്ന് പറയുന്ന ആ സ്റ്റേഷൻസ് വെച്ച് കഴിഞ്ഞാൽ ടെർമൈറ്റ് അതിലേക്ക് അട്രാക്റ്റ് ചെയ്തിട്ട് അവിടെ വന്ന് നശിച്ചു പോകുന്നു. അതായത് ഒന്ന് ബേസ് സ്റ്റേഷൻ എന്ന് പറയും. ഓക്കെ. പിന്നെ പുതുതായിട്ട് നമ്മുടെ ഇങ്ങോട്ട് വരുന്ന ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻറ്റി ടെർമൈറ്റ് റെറ്റിക്കുലേഷൻ സിസ്റ്റം. അതായത് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞല്ലോ പോസ്റ്റ് പോലെ പ്രീ മെത്തേഡ് ഉണ്ട്. അപ്പോൾ പ്രീ ചെയ്യുന്ന സമയത്ത് നമ്മൾ നമ്മൾ ബിൽഡിങ്ങിൽ പൈപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഔട്ട് സൈഡിലൊരു എൻട്രൻസ് കൊടുക്കും. അപ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻ ഫ്യൂച്ചറിൽ ഒരു 7 വർഷം അല്ലെങ്കിൽ 10 വർഷം കഴിഞ്ഞ് എവിടെയെങ്കിലും ടെർമൈറ്റ് സ്പോട്ട് ചെയ്താൽ നമുക്കപ്പോൾ അന്ന് ഇതുപോലെ ഡ്രില്ല് ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് നമ്മൾ പുറത്തു നിന്നുള്ള ഓപ്പൺ ചെയ്തിട്ട് അവിടെ നമ്മൾ കെമിക്കൽ ഒഴിച്ചു കഴിഞ്ഞാൽ ഇത് മൊത്തം സ്പ്രെഡ് ആകുമെന്നുള്ള ഒരു സിസ്റ്റമാണ് അത്. പക്ഷേ അത് ഇങ്ങോട്ട് ഒന്നാമത്തെ കാര്യം അത് നമുക്ക് കോസ്റ്റും കൂടുതലാണ്. ഇത് നമ്മളിപ്പം ഇതിൻ്റെയൊക്കെ ഒരു 300-400 ടൈംസ് ഹയറാണ് കോസ്റ്റിങ് കൂടുതൽ. 2 നമ്മുടെ ഈ കാലാവസ്ഥയ്ക്ക് ഈ 2 പറഞ്ഞു ഈ ബേസ് സ്റ്റേഷനാണെന്ന് പറഞ്ഞാലും ഈ പറയുന്ന ഇതാണെങ്കിലും നമുക്കൊരു ആവശ്യം വരുന്നില്ല. കാരണം നമ്മുടെ ഈ കാലാവസ്ഥയ്ക്ക് ഈ ബേസ് സ്റ്റേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാലും റെറ്റിക്കുലേഷൻ മെത്തേഡ് ആണെങ്കിലും നമുക്കതൊരു യൂസ്ഫുള്ളായിട്ട് തോന്നുന്നില്ല. കാരണം ഈ റെറ്റിക്കുലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി നമ്മൾ മണ്ണിൽ ഫുള്ളി ചെയ്യുന്നത് കൊണ്ട് വീണ്ടും ഒരു 10 വർഷം കഴിയുമ്പോൾ അതിൻ്റെ ഒരു ടെർമൈറ്റിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു എന്താ പറയുക ആക്രമണം നമുക്ക് ഉണ്ടാകുന്നില്ല. അപ്പം നമുക്ക് അപ്പോൾ ഇതിൻ്റെ ഒരു ആവശ്യമില്ല. അത് ഇതുപോലെ ഒരു ഹൈ ഇത് കൊടുത്തിട്ട് പഠിച്ചതിൻ്റെ ആവശ്യമില്ല. 2 ബേസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട് സൈഡ്, അതായത് എന്താ പറയുക യൂറോപ്യൻ കൺട്രികൾ, ഓസ്ട്രേലിയ അങ്ങനെയുള്ളിടത്തൊക്കെ ചിലപ്പോൾ ഈ ബേസ് സ്റ്റേഷൻ യൂസ്ഫുൾ ആകും. പക്ഷേ എന്നും പറഞ്ഞ് നമുക്കത് ഇന്ത്യൻ കാലാവസ്ഥ കണ്ടീഷൻസിൽ ബേസ് സ്റ്റേഷൻ നമുക്ക് അങ്ങനെ യൂസ് ആകത്തില്ല. ഇപ്പം എൻ്റെ പല പ്രൊജക്ട്സിലും ജോസഫ് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ പെസ്ട്രാക്ക് കൺട്രോൾ നിങ്ങളുടെ ഓഫീസ് എവിടെയാണ്? അതോടൊപ്പം തന്നെ നിങ്ങളുടെ സർവീസസ് എവിടേക്കാണ് കൊടുത്തത്? ഓക്കെ, നമ്മൾ ഓഫീസ് നമ്മുടെ കോർപ്പറേറ്റ് ഓഫീസ് എറണാകുളത്താണ്. നമ്മൾ കേരളം മുഴുവൻ നമ്മുടെ പ്രസൻസ് ഉണ്ട്. നമ്മൾ കോർപ്പറേറ്റ്സുകൾ അല്ലെങ്കിൽ നമ്മുടെ ഓൾമോസ്റ്റ് എല്ലാ മേഖലകളിലും നമ്മൾ പെസ്റ്റ് കൺട്രോൾ ചെയ്യുന്നു. കൂടാതെ നമ്മൾ ബാംഗ്ലൂരുണ്ട്. ഓക്കെ, ചെന്നൈയിൽ നമ്മൾ പെസ്റ്റ് കൺട്രോൾ ഓപ്പറേഷൻ ചെയ്യുകയും. അപ്പം നിങ്ങൾ ഇൻഡിവിജ്വൽ ഹൗസസും വില്ലാസും ഒന്നും അല്ലാതെ കോർപ്പറേറ്റ് വർക്കുകളും നിങ്ങൾ ചെയ്യുന്നുണ്ട്? അതെ, കോർപ്പറേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ 2 സെക്ഷനാണ്. ഒന്ന് ടെർമൈറ്റ്സ് നമ്മൾ ഈ പറയുന്ന പോലെ നമ്മൾ ബിൽഡിങ്ങുകൾ അങ്ങനെയുള്ള ഇത്. മറ്റേതെന്ന് പറയുന്നത് നമ്മൾ ജനറൽ പെസ്റ്റ് കൺട്രോളാണ്. ജനറൽ പെസ്റ്റ് കൺട്രോൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പറയുന്ന ബാങ്കുകൾ, ഓഫീസുകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥാപനങ്ങൾ, റീറ്റെയിൽ, ഷോപ്പിംഗ് മാളുകൾ, ഹോട്ടൽസ്, റെസ്റ്റോറൻറ്റ്സ്, ഇതെല്ലാം നമ്മൾ എല്ലാ മാസവും അല്ലെങ്കിൽ നമ്മളൊരു ആനുവൽ കോൺട്രാക്റ്റ് പോലെ നമ്മൾ ഈ 3 സ്റ്റേറ്റിൽ നമ്മൾ
ചെയ്തു വരുന്നത്. ജോസഫ് കുറച്ചു നേരം മുമ്പ് പറഞ്ഞു ഈ റെറ്റിക്കുലേഷൻ സിസ്റ്റം ഒക്കെ വളരെ കോസ്റ്റ്ലി ആണുള്ളത്. ഇപ്പം നമ്മൾ ചെയ്തിരിക്കുന്ന ഒരു മെത്തേഡ് ഉണ്ടല്ലോ, ഈ ഒരു മെത്തേഡിന് ഇന്ന് നിങ്ങൾ ചെയ്യുന്ന റേറ്റ്സ് എങ്ങനെയാണ്? നോർമൽ നമ്മുടെ ഒരു റേറ്റ് എന്ന് പറയുന്നത് നോർമലി നമ്മുടെ മാർക്കറ്റ് റേറ്റ് ആണെങ്കിലും ഇതാണെങ്കിലും നമ്മളൊരു സ്ക്വയർ ഫീറ്റിന് ഒരു 10 രൂപ മുതൽ 15 രൂപ വരെയുള്ള ഒരു റേറ്റാണ് നമ്മൾ. ഇപ്പം പ്രീ ആണെങ്കിലും പ്രോ ആണെങ്കിലും രണ്ടും ആണെങ്കിലും നമുക്ക് എന്താ പറയുക ഒരു 10 മുതൽ 15 രൂപ വരെയാണ് നമ്മുടെ ഒരു എന്താ ഒരു പറയുക positive ലൊക്കേഷനും ട്രാവലും ഒക്കെ നോക്കിയിട്ട് ഒരു positive റേറ്റ് rate. ഫിക്സ് ചെയ്യും. അതെ, ഓക്കെ. ഒരാൾ ഒരു വീട് പണിയുന്നതിന് മുമ്പ് ഉള്ള ഒരു കൺസേൺ ആണ് ഇത് ഇഷ്ടിക കൊണ്ട് പണിയണോ സിമെൻറ്റ് ബ്ലോക്ക് കൊണ്ട് പണിയണോ എന്നൊക്കെ ഉള്ളത്. ഇഷ്ടിക കൊണ്ട് പണിത് കഴിഞ്ഞാൽ ചെതൽ കയറും എന്നൊക്കെ ഉള്ളൊരു കൺസെപ്റ്റ് ഉണ്ട്. പക്ഷേ ഇന്നത്തെ ഒരു മോഡേൺ ടെക്നോളജി വെച്ചിട്ട് ഈ പെസ്റ്റ് കൺട്രോളിങ് മെത്തേഡ്സ് യൂസ് ചെയ്തിട്ട് ഇതെല്ലാം തന്നെ നമുക്ക് ഭേദിക്കാൻ പറ്റും. നമ്മുടെ വീടുകൾ വളരെ പ്രോപ്പറായിട്ട് സേഫായിട്ട് നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും. ഒരു വീട് പണിയുന്നതിന് മുമ്പാണെങ്കിലും ഇനിയിപ്പം ഇതുപോലെ ഒരു 10-25 വർഷം പഴകിയ വീടാണെങ്കിലും നമുക്ക് പ്രോപ്പറായിട്ടുള്ള പെസ്റ്റ് കൺട്രോൾ ചെയ്ത് നമുക്ക് നമ്മുടെ വീടിനെയും നമ്മുടെ തടി ഉരുപ്പടികളെയും എല്ലാം തന്നെ നമുക്ക് പ്രോപ്പറായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യാൻ സാധിക്കും. താങ്ക് യു ജോസഫ്. ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് എല്ലായിടത്തെയും പെസ്റ്റുകളൊക്കെ മാറ്റി മുന്നോട്ട് വരാൻ സാധിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.